ഒരു മസാല തയ്യാറാക്കിയാൽ 2 അച്ചാർ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്. ചക്ക എന്ന് പറയുമ്പോൾ പൊട്ട് ചക്കയാണ് എടുത്തത്. അതും റെഡിയാക്കി വെച്ചു, എല്ലാം അരിഞ്ഞ് ഒന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മാങ്ങയും ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും ഒന്ന് അരിഞ്ഞെടുത്ത് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കാണാത്തവർക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അതിന് അച്ചാറിടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുകെണ്ണയാണ്. കടുകെണ്ണയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി, അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് അതൊന്ന് നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. ചൂടാക്കുമ്പം തിളയ്ക്കാതെ തന്നെ നമുക്കത് ആവി വരുന്ന സമയത്ത് ഓഫാക്കി കൊടുക്കാം. പിന്നെ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ഞാൻ ഈ ചക്ക കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. എല്ലാവരും അങ്ങനെ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചക്കയൊന്ന് വറുത്താണ് എടുക്കുന്നത്. നല്ലവണ്ണം ഒന്ന് വറുത്തിടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ചക്കയെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 90% വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. എന്നിട്ട് ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്. കടുകിലേക്ക് തന്നെ ഉലുവ, ഞാൻ അളവ് മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉലുവയുടെ കൂടെ ജീരകം എടുത്തു, ചെറിയ ജീരകം, പിന്നെ വലിയ ജീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാർത്തെടുക്കണം. എന്ന് പറഞ്ഞാൽ അധികം കരിഞ്ഞു പോകാതെ കയ്യെ പിടിക്കുന്ന ചൂട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞക്കടുക്, പൊട്ടിച്ച കടുക്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കയിലേക്ക് ആദ്യം ചക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത്. പിന്നെ മുളക് പൊടി 2 സൈസിൽ, എരിവുള്ളതും എരിവില്ലാത്തതും, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊടികൾ അതുകൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ. ഇനി നമുക്ക് മാങ്ങ അച്ചാറിടണം. അതുകൊണ്ട് പകുതി മാത്രം ഇതിലേക്ക് ചേർത്തു. പിന്നെ ചൂടാക്കി വെച്ച എണ്ണ, പിന്നെ വിനാഗിരി, അതെല്ലാം കൂടി ചേർത്ത് ഇളക്കി. അതേ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് മാങ്ങയ്ക്ക് ചെയ്യണം. മാങ്ങ ഒന്ന് 5-10 മിനിറ്റ് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അതേ സെയിം മസാല തന്നെ ഇതിലേക്കും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ മാങ്ങ അച്ചാർ ഇടുമ്പം കുറച്ച് കായം കൂടി ചേർക്കുന്നുണ്ട്. ചക്കയുടെ അച്ചാറിന് കായം ചേർത്തില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കുറച്ച് കടുക് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ ഒരു മസാലയിൽ 2 അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചക്കയുടെയും അതുപോലെ തന്നെ മാങ്ങയുടെയും. ചക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് വിളഞ്ഞ ചക്കയാണെങ്കിലും കുഴപ്പമില്ല, പൊട്ട് ചക്കയാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ഇഷ്ടമുള്ള തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഓക്കെ.